വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിലെ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകാം. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. എന്താണ് ഡൈവേഴ്സിറ്റി? ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ എന്നൊക്കെയാണ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് മീൻസ് നാം കാണുന്ന ജീവജാലങ്ങളുടെ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഒക്കെയാണ്. സസ്യജാലങ്ങളാകട്ടെ ജന്തുജാലങ്ങളാകട്ടെ ഇവയിലെല്ലാം കാണുന്ന വൈവിധ്യങ്ങളും വൈജാത്യങ്ങളെയും പറ്റിയാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഈ പാഠം തുടങ്ങുന്നത് ഒരു സുഭാഷിതം ഉദ്ധരിച്ചുകൊണ്ടാണ്. സുഭാഷിതം ഇതാണ്: ഛായാമന്യസ്യ കുർവന്തി തിഷ്ടന്തി സ്വയമാതപേ ഫലാന്യപി പരാർത്ഥായ വൃക്ഷ സത്പുരുഷ ഇവ. ഛായാമന്യസ്യ കുർവന്തി, സ്വയം സൂര്യൻ്റെ വെയിലേറ്റുകൊണ്ട്, തിഷ്ടന്തി സ്വയമാതപേ, വൃക്ഷങ്ങൾ മറ്റുള്ളവയ്ക്ക് സ്വയം തണലേകുന്നു, ഫലാന്യപി പരാർത്ഥായ, മറ്റുള്ളവർക്കായി കായികനികൾ നൽകുന്നുണ്ട്, വൃക്ഷ സത്പുരുഷ ഇവ, വൃക്ഷങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സത്പുരുഷന്മാരും ഇപ്രകാരം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായി നന്മ ചെയ്യുന്നു എന്നാണ് ഈ സുഭാഷിതം നമ്മെ മനസ്സിലാക്കി തരുന്നത്. ട്രീസ് സ്റ്റാൻഡ് ഇൻ ദ സൺ ആൻഡ് ഗീവ് ഷെയ്ഡ് ടു അതേഴ്സ്. വെയിലത്ത് നിന്നുകൊണ്ടേ മരങ്ങൾ നമുക്ക് തണലേകുന്നു. ദർ ഫ്രൂട്ട്സ് ആർ ഓൾസോ ഫോർ അതേഴ്സ്. അവ മറ്റുള്ളവർക്കായി തങ്ങളുടെ കായികനികളും നൽകുന്നു. ലൈക്ക് വൈസ്, അതുപോലെ ഗുഡ് പീപ്പിൾ ബെയർ ഓൾ ഹാർഡ്ഷിപ്സ്. നല്ല മനുഷ്യർ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങുന്നു. ടു ബ്രിങ് വെൽഫെയർ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് നന്മ വരുത്താനായി. ദ ഗീവ് അതേഴ്സ് വാട്ട് എവർ ദേ ഹാവ് ഏൺഡ്. തങ്ങൾക്ക് കിട്ടിയതൊക്കെ മറ്റുള്ളവർക്കായി നൽകുന്നു. നല്ല മനുഷ്യർ. ഇതാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. ഇറ്റ് ഈസ് എ പ്ലസൻറ്റ് മോർണിംഗ്. ഇതൊരു നല്ല പ്രഭാതമായിരുന്നു. ആഫ്റ്റർ യെസ്റ്റർഡേയ്സ് റിഫ്രഷിംഗ് റെയിൻ. തലേ ദിവസത്തിലെ നല്ല കുളിർമയുള്ള മഴയ്ക്ക് ശേഷമുള്ള നല്ല പ്രഭാതം. ഡോക്ടർ രഘു ആൻഡ് മണിറാം ചാച്ച. ഡോക്ടർ രഘുവും മണിറാം ചാച്ച എന്ന് പറയുന്ന അങ്കിളും ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു സ്കൂൾ ബൈ ദ സയൻസ് ടീച്ചർ. അവരെ സയൻസ് ടീച്ചർ സ്കൂളിലേക്ക് വിളിച്ചിരുന്നു. ആ പടത്തിൽ കാണാം നിൽക്കുന്നവർ രണ്ടുപേര് ഇല്ലേ, ഡോക്ടർ രഘുവുണ്ട് മണിറാം ചാച്ചയുണ്ട്. രണ്ടുപേരെയും വിളിച്ചിരുന്നു. They have been invited to school by the science teacher. സയൻസ് ടീച്ചർ അവരെ ക്ഷണിച്ചിരുന്നു. മാഡം സുലേഖ, അതാണ് സയൻസ് ടീച്ചറുടെ പേര്. എന്തിനാണ് മണിറാം ചാച്ചയെയും അതുപോലെ ഡോക്ടറെയും ക്ഷണിച്ചിരുന്നത്? ടു ഫെസിലിറ്റേറ്റ് ആൻ എക്സൈറ്റിംഗ് നേച്ചർ വാക്ക്. നേച്ചർ വാക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേച്ചർ വാക്ക് ഒന്ന് സുഗമമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ രഘു ഈസ് എ സയൻറ്റിസ്റ്റ് അറ്റ് ദി നിയർ ബൈ റിസർച്ച് ലാബറട്ടറി. അടുത്തുള്ള റിസർച്ച് ലാബറട്ടറിയിലെ സയൻറ്റിസ്റ്റാണ് ഡോക്ടർ രഘു. ആൻഡ് മണിറാം ചാച്ച ഈസ് ആൻ എൽഡർലി പേഴ്സൺ ഫ്രം എ നിയർലി കമ്മ്യൂണിറ്റി. അടുത്ത ഒരു പ്രദേശത്തുള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രധാന വ്യക്തിയാണ്, പ്രായം ചെന്ന വ്യക്തിയാണ് ഇദ്ദേഹം, മണിറാം ചാച്ച. മണിറാം ചാച്ച ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ മിമിക്കിംഗ് ബേർഡ്സ് കോൾസ്. അദ്ദേഹമാണെങ്കിൽ പക്ഷികളുടെ കോൾസ്, അവയുടെ കൂജനങ്ങളൊക്കെ മിമിക് ചെയ്യുന്ന ആളാണ്. അതായത് പക്ഷികളുടെ സൗണ്ട് അതേപോലെ പുറപ്പെടുവിക്കുന്ന ആളാണ് ആ സൗണ്ട്. ഹീ ഈസ് ഓൾസോ ബ്രില്യൻ്റ് അറ്റ് ഐഡൻറ്റിഫൈയിങ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ തരംതിരിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരുന്നു ഈ പറയുന്ന മണിറാം ചാച്ച. ടു പ്രിപ്പയർ ദം ഫോർ ദ നേച്ചേഴ്സ് വാക്ക്. ഈ നേച്ചേഴ്സ് വാക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടേ Dr. Raghu informs the students that the objective of this walk is to experience the beauty and variety of plants and animals in the nature. Dr. Raghu പറഞ്ഞു തന്നു കുട്ടികളോട് that the objective of this walk, ഈ നടത്തത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് is to experience the beauty and variety of plants and animals. ഇവിടെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ വൈജാത്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാനുള്ള യാത്രയാണിത്. The students are excited to join ദം. സ്റ്റുഡൻസിനൊക്കെ ഇവരോട് കൂടിച്ചേർന്ന് പോകാൻ വലിയ ഇഷ്ടമായിരുന്നു. ദ ടീച്ചർ അഡ്വൈസസ് ദ സ്റ്റുഡൻസ് ടു ക്യാരി എ നോട്ട്ബുക്ക്. ടീച്ചർ പറഞ്ഞു എല്ലാവരും ഒരു നോട്ട്ബുക്ക് എടുത്തോളൂ. എ പെൻ ആൻഡ് വാട്ടർ ബോട്ടിൽ. ഒരു പെനായും വേണം, ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് എന്നിരിക്കണം. അതിനൊരു വാട്ടർ ബോട്ടിലും വേണം.
ആസ് ദേ വാക്ക്, അവർ നടക്കുമ്പോഴേ ദ ബിഗിൻ എക്സ്പ്ലോറിങ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് ദം, ചുറ്റുപാടുമുള്ള സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയും ഒക്കെ അവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. ഡോക്ടർ രഘു അഡ്വൈസസ് ദ സ്റ്റുഡൻസ്, ഡോക്ടർ രഘു ഉപദേശിച്ചു ടു നോട്ടീസ് ദ വെറൈറ്റി ഓഫ് സ്മെൽസ് ഇൻ ദ പാർക്ക്, പാർക്കിലെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഗന്ധങ്ങളൊക്കെ മണമൊക്കെ അറിയാനായിട്ട്. ആൻഡ് എംഫസൈസ് റെസ്പെക്റ്റിംഗ് ഓൾ ലിവിങ് ക്രീച്ചേഴ്സ്, എല്ലാ ലിവിങ് ക്രീച്ചേഴ്സിനെയും അവയ്ക്ക് ആവശ്യമുള്ള ബഹുമാനം കൊടുക്കണം അല്ലേ. ആൻഡ് ഒബ്സർവിങ് ദം വിത്തൗട്ട് ഡിസ്റ്റർബിങ്, അവയെ നമ്മൾ ഉപദ്രവിക്കരുത്, അതൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. മനറാം ചാച്ച ടെൽസ് ദ സ്റ്റുഡൻസ് നോട്ട് ഒൺലി ഒബ്സർവ് ഡിഫറൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, പക്ഷികളും മൃഗങ്ങളെയൊക്കെ നോട്ട് ചെയ്താൽ മാത്രം പോരാ, ബട്ട് ഓൾസോ ടു കെയർഫുള്ളി ലിസൺ ടു ഡിഫറൻറ്റ് സൗണ്ട്സ്, അവ പുറപ്പെടുവിക്കുന്ന സൗണ്ടും ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ദ സ്റ്റുഡൻസ് കം അക്രോസ് എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, സ്റ്റുഡൻസ് ആണെങ്കിലോ ഒരുപാട് പ്ലാന്റ്സിനെ കണ്ടു. അത് മാത്രമേ ഉള്ളൂ. സ്റ്റുഡൻസ് കം അക്രോസ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഇൻക്ലൂഡിങ് ഗ്രാസസ്, ബുഷസ് ആൻഡ് ലാർജ് ട്രീസ്, ചെറിയ പുല്ലുകളും പിന്നെ കുറ്റിച്ചെടികളും പിന്നെ വലിയ മരങ്ങളും ആൻഡ് ട്രീസ്. ദേ ഓൾസോ ഒബ്സർവ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ് സിറ്റിംഗ് ഇൻ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ്, മരങ്ങളിലൊക്കെ ഇരിക്കുന്ന, ശിഖരങ്ങളിലിരിക്കുന്ന പക്ഷികളൊക്കെ അവർ കണ്ടു. ബട്ടർഫ്ലൈസ് മൂവിങ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ, ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പാറിപ്പറന്നു പോകുന്ന ബട്ടർഫ്ലൈസിനെ കണ്ടു, ചിത്രശലഭങ്ങളെ കണ്ടു. ബട്ടർഫ്ലൈസ് മൂവിങ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ ആൻഡ് monkeys ജമ്പിങ് ഫ്രം വൺ ട്രീ ടു അനദർ, മരങ്ങളിൽ കുരങ്ങന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നു, ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് വാനരന്മാർ ചാടി നടക്കുന്നതും കാണാമായിരുന്നു. ദേ റെക്കോർഡ് ദെയർ ഒബ്സർവേഷൻസ് ഇൻ ദെയർ നോട്ട്ബുക്സ്, അവർ തങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ നോട്ട്ബുക്കിൽ എഴുതി. ആൻഡ് ഡിസ്കസ് ദം വിത്ത് ഡോക്ടർ രഘു ആൻഡ് മണിറാം ചാച്ച, എന്നിട്ടത് ഡോക്ടർ രഘുവിനോടും മണിറാം ചാച്ചയോടും ചേർന്ന് ചർച്ച ചെയ്തു. ദ സ്റ്റുഡൻസ് ക്യാൻ ഹിയർ ദ ചാർപ്പിംഗ് ഓഫ് ബേർഡ്സ്, കുട്ടികൾക്ക് പക്ഷികളുടെ ചിലക്കൽ കേൾക്കാമായിരുന്നു. ചാർപ്പിംഗ് മീൻസ് ചിലക്കൽ. ഡോക്ടർ രഘു ഇൻഫോംസ് ദം, ഡോക്ടർ രഘു പറഞ്ഞു ദറ്റ് ഈച്ച് ബേർഡ് ഹാസ് എ യുണീക്ക് ചർ, ഓരോ പക്ഷിക്കും അതാതിൻ്റേതായിട്ടുള്ള ചിലക്കലുണ്ട്, അതാതിൻ്റേതായിട്ടുള്ള കൂജനങ്ങളുണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ നേച്ചർ, ഇത് പ്രകൃതിയിലെ വൈവിധ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ദിസ് ഇസ് ആൻ എക്സാമ്പിളാണ്. ഡോക്ടർ രഘു റിക്വസ്റ്റ് മണിറാം ചാച്ച ടു മിമിക് കോൾസ് ഓഫ് സം ബേർഡ്സ്, ചില പക്ഷികളിലേക്ക് കരച്ചിൽ അല്ലെ അവയുടെ കൂജനങ്ങളൊക്കെ ഒന്ന് മിമിക് ചെയ്യാൻ അദ്ദേഹത്തോട് പറഞ്ഞു. മണിറാം ചാച്ച മിമിക് ഡിഫറെൻറ്റ് ബേർഡ്സ് കോൾസ്, പല പക്ഷികളുടെയും കരച്ചിൽ അദ്ദേഹം മിമിക്ക് ചെയ്ത് കാണിച്ചു തന്നു. ദ സ്റ്റുഡൻസ് എൻത്യൂസിയാസ്റ്റിക്കലി സ്റ്റാർട്ട്സ് കോപ്പിയിങ് ദം, കുട്ടികളാണെങ്കിൽ അതിനൊപ്പം എൻത്യൂസിയാസ്റ്റിക്കലായിട്ട് വളരെ ജിജ്ഞാസയോടുകൂടി അവരത് കോപ്പി ചെയ്ത് നോക്കി. എന്നാൽ അവരും ഒക്കെ പക്ഷികൾ കരയുന്നവരൊക്കെ ഒന്ന് കരഞ്ഞു നോക്കി. ഹാവ് യു എവർ ഒബ്സർവ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് യു, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഷെയർ ആൻഡ് ഡിസ്കസ് യുവർ ഒബ്സർവേഷൻസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ടീച്ചറിനോടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. ദെൻ ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് us, നമ്മുടെ ചുറ്റുമുള്ള ജന്തുജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെ ഇടയിലുള്ള ഡൈവേഴ്സിറ്റി, വൈജാത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ടിവിറ്റി 2.1, പ്രവർത്തനം ഇതാണ്. 2.1 ലെറ്റ് us എക്സ്പ്ലോർ ആൻഡ് റെക്കോർഡ്, നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യണം കേട്ടോ. ആദ്യം പറയുന്ന ഇതാണ് പ്ലാൻ ഫോർ എ നേച്ചർ വാക്ക്, ഒരു നേച്ചർ വാക്ക് ഒന്ന് പ്ലാൻ ചെയ്യണം വിത്ത് യുവർ ടീച്ചറുമായിട്ട്. ടു എ പാർക്ക് ഓർ എ നിയർ ബൈ ഫോറസ്റ്റ്, അടുത്തുള്ള പാർക്കിലേക്കോ നിയർ ബൈ ഫോറസ്റ്റിലേക്കോ. കാരണം അവിടെ ചെന്നാലും നമുക്ക് ഈ ജീവജാലങ്ങളെ കണ്ടെത്താൻ കഴിയുള്ളൂ, അല്ല ചുമ്മാ വഴി കൂടെ നടന്നാൽ പറ്റിയല്ലോ. അതുകൊണ്ടാണ് വൈൽ ഓൺ ദ നേച്ചർ വാക്ക്, ഇങ്ങനെ പ്രകൃതിയിലൂടെ ഈ നടത്തത്തിലെ നേച്ചർ വാക്ക് നടത്തുമ്പോഴേ ഒബ്സർവ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, വിവിധ തരത്തിലുള്ള സസ്യജാലങ്ങളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. ഇൻസെക്ട്സുകളെ നിരീക്ഷിക്കണം, ഷഡ്പദങ്ങളെയൊക്കെ, ബേർഡ്സിനെ നിരീക്ഷിക്കണം, പക്ഷികളെയൊക്കെ, ആൻഡ് അതർ ആനിമൽസ്, മറ്റ് ജന്തുജാലങ്ങളെയും നമ്മൾ നിരീക്ഷിക്കണം. ഓൾസോ നോട്ട് ദ വെതർ കണ്ടീഷൻസ്, ഇത് മാത്രം പോരാ, കാലാവസ്ഥ എങ്ങനെ ഉണ്ടായെന്നറിയണം. വെദർ ഇറ്റ് ഈസ് ഹോട്ട്, കോൾഡ്, വിൻഡി ആൻഡ് സോ ഓൺ, കാറ്റുള്ള ദിവസമായിരുന്നു, കാലാവസ്ഥ നല്ലതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം, അതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. യു ക്യാൻ കളക്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളൻ ലീവ്സ് ഓർ ഫ്ലവേഴ്സ് ടു ക്രിയേറ്റ് എ സ്ക്രാപ്പ് ബുക്ക്. നിങ്ങളെന്ത് ചെയ്യണം? പലതരത്തിലുള്ള പൊഴിഞ്ഞു വീണ ഇലകൾ അല്ലെ കൊഴിഞ്ഞു വീണ ഇലകളും
പൂക്കളെയൊക്കെ എടുത്ത് സ്ക്രാപ്പ് ബുക്കിൽ ഉണ്ടാക്കണം. യു ക്യാൻ കളക്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളൻ ലീവ്സ് ഓർ ഫ്ലവേഴ്സ് ടു ക്രിയേറ്റ് എ സ്ക്രാപ്പ് ബുക്ക്. നിങ്ങൾ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കണം. അവയിൽ ഈ കൊഴിഞ്ഞു വീണ ഇലകളെ പൂക്കളെയൊക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ചാണ് ഈ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുന്നത്. ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ കാണുന്ന പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ ശ്രദ്ധിക്കുക, അവയെ കെയർ ചെയ്യുക. എൻഷുവർ ദാറ്റ് യു ഡു നോട്ട് ഡിസ്റ്റർബ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും നിങ്ങൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇൻ ദ പാർക്കിൽ ചെല്ലുമ്പം പൂവ് കാണുമ്പോൾ പറിച്ചെടുക്കരുതെന്നാണ്. അതുപോലെ അവിടെയുള്ള ജീവജാലങ്ങളെയൊന്നും ശല്യപ്പെടുത്തരുത്. ഡു നോട്ട് പ്ലക്ക് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഇലകളും പൂക്കളും ഒന്നും വെറുതെ കളയരുത്. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ്. നിങ്ങളുടെ ഈ നിരീക്ഷണങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണം കേട്ടോ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ് ഇൻ ടേബിൾ 2.1. ടേബിൾ 2.1 അതൊക്കെ എഴുതി വെക്കണം. അബൌട്ട് ദ ഫീച്ചർ ഓഫ് സ്റ്റെംസ്. സ്റ്റെമ്മിൻ്റെ ഘടനയെ സംബന്ധിച്ച്, അല്ലെ ചെടികളുടെ തണ്ടിൻ്റെ ഘടനയെ സംബന്ധിച്ച്, ലീവ്സിനെ പറ്റി, ഫ്ലവേഴ്സ് ആൻഡ് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ഇൻ വേരിയസ് പ്ലാന്റ്സ്. പൂക്കളോ അവ ഏതെങ്കിലും രസകരമായ കാര്യങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. സം എക്സാമ്പിൾസ് ഹാവ് ബീൻ ഗിവൺ ഫോർ യു. ചില ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഫിഗർ 2.1 ടേബിൾ 2.1 കേട്ടോ. അടുത്ത താഴത്തെ പടം നോക്കിയേ. ഒരു ഗ്രാസ്, ഒരു പുൽക്കൊടിയാണ്, ഒരു പുൽത്തണ്ട് കണ്ടില്ലേ, ഒരു ചെടി, അതിന് വേരുണ്ട്, ഇലയുണ്ട് അല്ലേ. പുല്ല് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാസ്, ഇറ്റ് ഇസ് എ ഗ്രാസ്. ദെൻ അടുത്ത് തുളസിയാണ്. തുളസി ഹോളി ബേസിൽ, കൃഷ്ണ തുളസിയാണ്, കണ്ടില്ലേ. അത് ഇറ്റ് ഇസ് കോൾഡ് ഇൻ സാൻസ്ക്രിറ്റ് ഇറ്റ് ഇസ് കോൾഡ് കൃഷ്ണ തുളസി ആൻഡ് ഇറ്റ് ഈസ് ഹോളി ബേസിൽ. അത് ഹോളി ബേസിലാണ് എന്നാ പറയാം. ദെൻ അടുത്തത് ഹെബിസ്കസ് പ്ലാന്റാണ്, ചെമ്പരത്തി അല്ലേ. ഗുധാൽ, ഇറ്റ് ഈസ് ചെമ്പരത്തി അല്ലേ. ഷൂ പ്ലാന്റ് എന്നും പറയാം. ദെൻ എക്സാമ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സം പ്ലാന്റ്സ്. ചില ചെടികളുടെയൊക്കെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സം പ്ലാന്റ്സ്, അതായത് താഴെ കൊടുത്തിരുന്നത്. ടേബിൾ 2.1 ഒബ്സർവേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് അറൗണ്ട് ആസ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ചെടികളെ സംബന്ധിക്കുന്ന ഒബ്സർവേഷൻസ് താഴെ കൊടുത്തിരിക്കുന്നു. സീരിയൽ നമ്പർ 1 ലോക്കൽ നെയിം ഓഫ് ദ പ്ലാന്റ്. അതാണ് ആദ്യം പറയുന്നത്, നമ്മുടെ പ്രാദേശിക ഭാഷയിൽ അറിയപ്പെടുന്ന പേര്. പിന്നെ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ പ്രത്യേകത, ലീവ്സിൻ്റെ ഷേപ്പ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ലീഫ് അതൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണ് ലീഫ് അറേഞ്ച്മെൻ്റ് എന്ന്. പിന്നെ ഫ്ലവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. എനി അതർ ഒബ്സർവേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. ഒന്ന് കോമൺ ഗ്രാസാണ്, സാധാരണ പുല്ല്. അതിൻ്റെ സ്റ്റെമ്മാണ് സോഫ്റ്റ് ആൻഡ് തിന്നാണ്, വളരെ മൃദുവായിരിക്കുന്ന മെലിഞ്ഞ തണ്ടാണ്. ലീവ്സിൻ്റെ ഷേപ്പോ എ സിംഗിൾ ലീഫ് ഗ്രൂസ് ഓൾട്ടർനേറ്റീവ്ലി ഫ്രം ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ ദ സ്റ്റെം. സ്റ്റെമ്മിൻ്റെ തണ്ടിൽ നിന്നും ഓരോ മുട്ടിൽ നിന്ന് ഇടവിട്ടുള്ള മുട്ടുകളിൽ നിന്നാണ് ഈ ഇലകൾ ഉണ്ടാകുന്നത്. കണ്ടില്ലേ, ഇടവിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മുട്ടിലെ ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഫ്ലവേഴ്സ് അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. എനി അതർ ഒബ്സർവേഷൻസ്, ഗ്രീൻ ലീവ്സ് ആണ് കാണപ്പെടുന്നത് ഇല്ലേ. ദെൻ തുളസി. തുളസിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? സ്റ്റെം ഹാർഡാണ്, തിന്നാണ്, മെലിഞ്ഞ കട്ടിയുള്ള തണ്ടാണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് പെയർ ഓഫ് ലീവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ലീവ്സ് ആണെങ്കിൽ തണ്ടിൻ്റെ ഓരോ മുട്ടിൽ നിന്നും ഓപ്പോസിറ്റ് അറേഞ്ച് ചെയ്ത് എതിർവശങ്ങളിലേക്കാണ്. സോ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്. പിങ്കിഷ് പർപ്പിളാണ് എൻ്റെ കളർ. ഫ്ലവേഴ്സിൻ്റെ കളർ പിങ്കിഷ് പർപ്പിളാണ്. എനി അതർ ഒബ്സർവേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്, മറ്റെന്തെങ്കിലും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാം ഇല്ലേ. അതിക്ക് നല്ല വാസനയുണ്ട്, അതെഴുതരുതോ. ജസ്റ്റ് എ ഗുഡ് അരോമ, നല്ലൊരു വാസനയുണ്ടെന്ന് എഴുതാം. മനസ്സിലായില്ലേ. അടുത്തത് ഹെബിസ്കസ്, ചെമ്പരത്തി. ചെമ്പരത്തിയുടെ സ്റ്റെം എങ്ങനെയാണ്? ഹാർഡാണ്, കണ്ടില്ലേ എഴുതിയിരിക്കുന്നത്. ചെമ്പരത്തി ഹെബിസ്കസ് ഹാർഡ് സ്റ്റെം. ലീവ്സ് ഷേപ്പ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് എങ്ങനെയാണ്? ലീവ്സ് എങ്ങനെയാണ്? അതിൻ്റെ മാർജിൻ വേവി ടൂത്താണ്. അതിൻ്റെ അരികെ, ഇലയുടെ അരിക് പല്ല് പോലെ ആണ്, വേവി ടൂത്ത് മാർജിനാണ് അല്ലേ. പിന്നെയോ വേവി ടൂത്ത് മാർജിനുണ്ട്. അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൾട്ടർനേറ്റ്ലി അറേഞ്ച്ഡാണ്. ഒന്നരവിട്ട മുട്ടുകളിലാണ് ഇലകൾ ഇങ്ങനെ പുറപ്പെടുന്നത്. ഫ്ലവേഴ്സോ പല നിറങ്ങളിലുള്ളതാണ്. നോർമലി റെഡ് ഫ്ലവർ, പക്ഷേ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആർ സീൻ ഇൻ ഹെബിസ്കസ്. ഹെബിസ്കസിൽ ഒരുപാട് നിറങ്ങളിലുള്ള പൂക്കൾ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പറയാം.
എനി അതർ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ഫീച്ചേഴ്സ്, വേറെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക് ഉണ്ടെങ്കിൽ അത് എഴുതാം. ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ കളർ. വെറൈറ്റി ഓഫ് കളേഴ്സും ഉണ്ട്. ചില ചെടികളിലൊക്കെ ചെമ്പരത്തിയിൽ വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ള ഇലകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പിന്നെ എനി അതർ ഒബ്സർവേഷനിൽ എഴുതാം. കേട്ടോ. പിന്നെ അടുത്തത് നീം, വേപ്പ്. ഹാർഡ് ആൻഡ് തിക്കാണ്, നല്ല തടിയുണ്ട്. ഇറ്റ്സ് എ ട്രീ, അത് ട്രീ ആണ് കേട്ടോ. ലീവ്സ് ഷേപ്പ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്, അത് അറേഞ്ച്മെൻറ്റ് ലീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പൗണ്ട് ലീഫ്. വളരെ ഒരു കോമ്പൗണ്ട് ലീഫാണ്. ഒരു തണ്ടയിൽ ഒരുപാട് ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തിയിട്ടുണ്ട്, കരിയാപ്പില പോലെ. സോ കറിവേപ്പിലയിൽ കാണുന്ന പോലെ ഇലയുടെ അറേഞ്ച്മെൻറ്റ് ഒത്തിരി കാണപ്പെടുന്നുണ്ട്, അത് നോട്ട് ചെയ്യാം. ഫ്ലവേഴ്സിൻ്റെ കാര്യത്തിൽ അത് പൂങ്കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ലീവ്സ് വിത്ത് സ്മൂത്ത് സർഫസാണ് നീം. അതൊരു മെഡിസിനൽ പ്ലാന്റാണ്. തുളസിയും മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ. ഹിബിസ്കസും മെഡിസിനൽ പ്ലാന്റാണ്. ഓൾ ദീസ് പ്ലാന്റ്സ് ഹാവ് മെഡിസിനൽ വാല്യൂ. തന്നെയാണ്. എനി അതർ മറ്റെന്തെങ്കിലും ചെടികളെ പറ്റി പറയരുതോ? വിഷി വാട്ടർ ലില്ലീസ്, ആമ്പൽ ചെടിയിലെ വെള്ളത്തിൽ കിടക്കുന്ന കണ്ടിട്ടില്ലേ? ദേ ഹാവ് ഡിഫറെൻറ്റ് കളേഴ്സ്, പല കളറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്? സ്റ്റെം ആർ സോഫ്റ്റ്. ദെൻ ലീവ്സ് ആർ റൗണ്ടഡ് ആൻഡ് ഫ്ലോട്ട് ഇൻ വാട്ടർ. ഫ്ലവേഴ്സ്, കളർഫുൾ ഫ്ലവേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് having so many petals. Then any other observations? It lives in water, or it is a water plant. അതൊരു ഒബ്സർവേഷനാണ്. അങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം കേട്ടോ. Then what similarities and differences did you find among the plants that you observed? നിങ്ങൾ ഒബ്സർവ് ചെയ്ത ചെടികളിൽ എന്തെല്ലാം വൈജാത്യങ്ങളും എന്തെല്ലാം സിമിലാരിറ്റീസും ഉണ്ട്, സാജാത്യങ്ങളും ഉണ്ട്. നിങ്ങൾ കണ്ട ചെടികളിൽ എന്തെല്ലാം സാജാത്യങ്ങളും എന്തെല്ലാം വൈജാത്യങ്ങളും ഉണ്ട്. യു മസ്റ്റ് ഹാവ് ഒബ്സർവ്ഡ് ദാറ്റ് പ്ലാന്റ്സ് ഹാവ് എ വെറൈറ്റി ഓഫ് ഫീച്ചേഴ്സ് സച്ച് ആസ്. പ്ലാന്റ്സിന് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് കാണാം. എന്തൊക്കെയാണ്? ടോൾ, ഷോർട്ട്, ചിലത് പൊക്കം കൂടിയവയായിരിക്കും, ചിലത് പൊക്കം കുറഞ്ഞവയായിരിക്കും. ഹാർഡ് ആയിരിക്കും ചിലത് സോഫ്റ്റ് സ്റ്റെംഡ് ആയിരിക്കും, ചിലത് കട്ടി കൂടിയ തടിയും, ചിലത് കട്ടി കുറഞ്ഞ തടിയും ആയിരിക്കും. സോഫ്റ്റ് ആയിരിക്കും, മൃദുവായിരിക്കും, ചിലത് മൃദുവല്ലായിരിക്കും. ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ലീവ്സ് ആൻഡ് ദെയർ അറേഞ്ച്മെൻറ്റ്. ലീഫ് പല ഷേപ്പിലുള്ളവയായിരിക്കാം, അവയുടെ അറേഞ്ച്മെൻറ്റ് വ്യത്യാസമായിരിക്കാം. ഓൺ ദ സ്റ്റെം ആൻഡ് ബ്രാഞ്ചസ്, സ്റ്റെമ്മിലും ബ്രാഞ്ചസിലും ഒക്കെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന വ്യത്യാസപ്പെട്ട രീതിയിലായിരിക്കാം. ഫ്ലവേഴ്സ് വേരിയിങ് ഇൻ കളർ, പൂക്കൾക്ക് വ്യത്യസ്തപ്പെട്ട നിറങ്ങളായിരിക്കാം, ഷേപ്പായിരിക്കാം, വ്യത്യസ്തങ്ങളായ വാസനയായിരിക്കാം. സെൻറ്റ് മീൻസ് വാസന. നൗ ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ആനിമൽസ്. ഇനി നമുക്ക് മൃഗങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കാം. നൗ ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ആനിമൽസ് യു ഒബ്സർവ് ഡ്യൂറിങ് ദിസ് വാക്ക്. ഈ നടത്തത്തിൽ നിങ്ങൾ കണ്ട മൃഗങ്ങളെപ്പറ്റി, ജന്തുജാലങ്ങളെപ്പറ്റിയൊക്കെ പറയാം. ഫ്രം യുവർ പ്രീവിയസ് എക്സ്പീരിയൻസസ്, പഴയ എക്സ്പീരിയൻസ് എന്ന് പറയാം. റെക്കോർഡ് ദ പ്ലേസസ് വേർ ദ ലീവ്, അവരെവിടെയാണ് ജീവിക്കുന്നതെന്ന് പറയുക. ദ ഫുഡ് ദ ഈറ്റ്, അവരെന്ത് ആഹാരം കഴിക്കുമെന്ന് പറയുക. ആൻഡ് ദ വേസ് ദ മൂവ് അറൗണ്ട്, അവരെങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറയുക. സം എക്സാമ്പിൾസ് ആർ ഓഫൺ പ്രൊവൈഡഡ് ഫോർ യു. ചില ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് താഴെ. ടേബിൾ 2 ഒബ്സർവേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് ആനിമൽസ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുമുള്ള ഡിഫറെൻറ്റ് ആനിമൽസിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ദാറ്റ് നെയിം ഓഫ് ദ ആനിമൽ. പിന്നെയോ പ്ലേസ് ഫോർ ദ ലീവ്, അവർ ജീവിക്കുന്ന സ്ഥലം. ഫുഡ് ദ ഈറ്റ്, അവർ കഴിക്കുന്ന ആഹാരം. ദ വേ ദേ മൂവ് അറൗണ്ട്, എങ്ങനെയാണ് അവ സഞ്ചരിക്കുന്നതെന്ന്. എനി അതർ ഒബ്സർവേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്, മറ്റെന്തെങ്കിലുമുള്ള ഒബ്സർവേഷൻസ് ഒക്കെ ഉണ്ട്, അത് എടുത്തെഴുതാം. ക്രോ, കാക്ക അല്ലേ. പ്ലേസ് ഫോർ ദ ലീവ് ഓൺ ട്രീസ്. ഫുഡ് ദ ഈറ്റ്, അവിടെ എഴുതിയിരിക്കുന്ന ഇൻസെക്ട്സ് എന്നാണ്. അപ്പോൾ ഇൻസെക്ട്സിനൊക്കെ തിന്നുകളയും, അല്ല തിന്നും. ദ വേ ദേ മൂവ് അറൗണ്ട്, ദ ഫ്ലൈ ആൻഡ് വാക്ക്, അവ പറക്കുകയും നടക്കുകയൊക്കെ ചെയ്യും. എനി അതർ ഒബ്സർവേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്, വേറെ എന്താ ഒബ്സർവേഷൻ നോക്കാം. ക്യാരിയിങ് എ ട്വിഗ് ഇൻ ഹിസ് ബീക്ക്, ഒരു കമ്പും ചുള്ളിക്കമ്പും കുത്തിപ്പിടിക്കേണ്ട പോകുന്നത് കാണുന്നു. അതെന്തിനാ? അത് കൂടുണ്ടാക്കാനാണ്. ആൻഡ് ഉറുമ്പ്. നെസ്റ്റ് ഇൻ സോയിൽ ആൻഡ് ബെറോ, മണ്ണിലും ചെറിയ ബെറോയിലാണ്, ചെറിയ മാളങ്ങളിലാണ് ഉറുമ്പ് വസിക്കുന്നത്. ലീവ് സീഡ്സ് ആൻഡ് ഇൻസെക്ട്സ്, അതിനൊക്കെ ഉറുമ്പ് തിന്നും. ദ വേ ദേ മൂവ് അറൗണ്ട്, ദേ വാക്ക് ഇൻ ലൈൻസ്, ലൈനായിട്ടാണ് മിക്കവാറും പോകുന്നത്, കണ്ടിട്ടില്ലേ? അടുത്തത് എനി അതർ ഒബ്സർവേഷൻ്റെ കാര്യത്തിൽ ഹാവ് 6 legs, 6 കാലുണ്ട് അത്. പിന്നെ കൗ, പശു. പ്ലേസ് വേർ ദ ലീവ്. കൗസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്, അവ ഡൊമസ്റ്റിക് ഇല്ല, നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ലേ. ദേ ലീവ് ഇൻ കൗഷെഡ്, നമ്മൾ കൗഷെഡിലാണ് വളർത്തുന്നത്. ഫുഡ് ദ ഈറ്റ് ഗ്രാസ്. പിന്നെയോ ലീവ്സ് എക്സെട്ര.
The way they move around, they walk. Any other observations and features? They give milk. അവർ പാല് തരുന്നുണ്ടല്ലേ? അവരുടെ കുട്ടികൾക്കുള്ള പാല് കുട്ടികൾക്കും കൊടുക്കും, നമ്മളും കറന്നെടുക്കും. They give milk to us. അടുത്തത് നമുക്കൊന്ന് നോക്കാം. We see snakes. Snakes, the place where they live in burrows or holes. Food they eat, insects or very small animals or creatures. ചെറിയ ചെറിയ ജീവികളൊക്കെ തിന്നുവേ. ഇല്ല, ഫുഡ് they eat, അതാ. The way they move, they slither. അവ എഴഞ്ഞു നടക്കും. Any other observation? മറ്റെന്തെങ്കിലും ഒബ്സർവേഷൻ എന്താണ്? Some snakes are venomous. ചില പാമ്പുകളൊക്കെ വലിയ വിഷമുള്ളവയാണ്. ഫോർ എക്സാമ്പിൾ കോബ്ര, ക്രൈറ്റ്, വൈപ്പർ എക്സെട്ര. Some snakes are non-poisonous or non-venomous. For example, rat snake, then water snake. They don't have any venom or poison. What are the similarities and difference among the animals that you have observed and recorded in the table 2.2? ഇപ്പം നമ്മൾ കണ്ട ടേബിളിൽ എഴുതിയ ആ ജീവജാലങ്ങളുടെ വൈവിധ്യങ്ങളും സഹജാത്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക, എന്തെല്ലാം ഉണ്ടെന്ന്. യു വുഡ് ഹാവ് ഒബ്സർവ്ഡ് സം ആനിമൽസ് ലീവ് ഓൺ ലാൻഡ്. നമ്മൾ മനസ്സിലാക്കി ചിലത് കരയിലാണ് ജീവിക്കുന്നത്. സം അതേഴ്സ് ലീവ് ഓൺ ട്രീസ്. മറ്റേ ചിലത് മരങ്ങളിലാണ്. ബേഡ്സ് ലീവ് ഓൺ ട്രീസ്. പക്ഷികളൊക്കെ മരങ്ങളിലാണ് വസിക്കുന്നത്. ഫിഷ് ലീവ് ഇൻ വാട്ടർ. മീനുകൾ വെള്ളത്തിലും. സം ആനിമൽസ് ലൈക്ക് ഫ്രോക്സ് ലീവ് ഓൺ ലാൻഡ് ആസ് വെൽ ആസ് ഓൺ വാട്ടർ. ചിലതാണെങ്കിലോ വെള്ളത്തിലും കഴിഞ്ഞു കൂടുന്നുണ്ട്, ഇടയ്ക്ക് കരയിലും ജീവിക്കുന്നുണ്ട് അല്ലേ? വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുന്ന ചില ജീവികളുണ്ട്. ആനിമൽസ് ഓൾസോ ഹാവ് എ വെറൈറ്റി ഓഫ് ഫുഡ്സ് ദേ കൺസ്യൂം. ആനിമൽസിന് പലതരത്തിലുള്ള ആഹാരപദാർത്ഥങ്ങൾ അവ കഴിക്കുക. ആൻഡ് മൂവ്മെൻറ്റ് ദേ എക്സിബിറ്റ്. അവരുടെ ചലനങ്ങളും വ്യത്യാസപ്പെട്ടവയാണ്. അവയുടെ നടത്തവും അവയുടെ മൂവ്മെൻറ്റൊക്കെ വ്യത്യാസപ്പെട്ടവയാണ്. സ്കെച്ച് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഒബ്സർവ്ഡ് ബൈ യു. നിങ്ങൾ ഒബ്സർവ് ചെയ്ത ആനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് വരച്ച് നോക്കുക. ഇൻ യുവർ നോട്ട്ബുക്ക്, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഓർ പ്രിപ്പയർ സ്ക്രാപ്പ് ബുക്ക് വിത്ത് ലീവ്സ്, ഫ്ലവേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ഫെതേഴ്സ് ഫ്രം ആനിമൽസ്. ഫെതേഴ്സൊക്കെ പക്ഷികളിൽ നിന്നുള്ള ഫെതേഴ്സൊക്കെ കളക്ട് ചെയ്ത് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാം. ലീഫും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ വെച്ച് സ്ക്രാപ്പ് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കുക കേട്ടോ. റൈറ്റ് ഓൾ ദ ഫീച്ചേഴ്സ്, ഓൾ ദ ഡീറ്റെയിൽസ് യു ഹാവ് ഗാതേർഡ് അബൌട്ട് ദം. നിങ്ങൾ കളക്ട് ചെയ്ത അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങളൊന്ന് എഴുതി സൂക്ഷിക്കുക കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് തുടർന്ന് വരുന്ന മറ്റ് പാർട്ടുകളും കൂടി കേൾക്കുക കേട്ടോ.